പടം ഗംഭീര മേക്കിംഗ് ആണ്. കാരണം എന്തോ ഒരു ഹോളിവുഡ് ഒരു ഇംഗ്ലീഷ് സിനിമയൊക്കെ കണ്ട ഒരു ഫീലാണ്. കാരണം തുടക്കം മുതൽ ഒടുക്കം വരെ ഭയങ്കര മിസ്റ്ററിയാണ്. കാരണം സീറ്റ് ഓഫ് ദ എഡ്ജ് എന്ന് പറയുന്നത് ശരിക്ക് ആ ഒരു റിയൽ ആയിട്ടുള്ള ഫീല് കിട്ടിയാണ്. തുടക്കത്തിൽ ഒരു 10 മിനിറ്റ് നമുക്ക് എന്താണ് നടക്കുന്നതെന്ന് അറിയാത്ത അതേ മൂഡ് ക്ലൈമാക്സ് വരെ കൊണ്ടുപോയി. ക്ലൈമാക്സിൽ ശരിക്കും ഒരു ബ്ലാസ്റ്റാണ്. അതായത് ഇമോഷൻസിൻ്റെയും മിസ്റ്ററി ചുരുളഴിയുന്നതിൻ്റെ ഒരു ബ്ലാസ്റ്റ്. ഒരു ഗംഭീര മേക്കിംഗ് ആണ്. ടെക്നിക്കലി ഭയങ്കര ബ്രില്യൻ്റ് ആണ് സിനിമ. കഥയെഴുത്തിലാണെങ്കിലും അതുപോലെ ക്രിസ്റ്റോ സേവിയറിൻ്റെ മ്യൂസിക് ഒരു രക്ഷയില്ല. ആ ഒരു ഇമോഷൻസ് കൺവേ ചെയ്യുന്നതിലും ആ മിസ്റ്ററി ആ ഒരു ഫീല് തരുന്നതിലും ആ ക്രിസ്റ്റോ സേവിയറുടെ ബീജിയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെക്നിക്കലി ക്യാമറ വർക്ക് അതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനൊക്കെ അതിഗംഭീരമാണ്. ഒരു മലയാള സിനിമ കണ്ട ലെവലേ അല്ല, ഒരു ഗംഭീര മേക്കിങ്ങിലുള്ള ഒരു ഗംഭീര മിസ്റ്ററി ത്രില്ലർ. ബേസിൽ വേറൊരു ടൈപ്പ് സാധനമാണ് ചെയ്തിരിക്കുന്നത്. റിയലിസ്റ്റിക് ആയിട്ടുള്ള കോമഡിയാണ്, സിറ്റുവേഷൻ കോമഡിയാണ്. ബേസിലിൻ്റെ റിയൽ ഫാമിലി കോമഡി ടൈപ്പ് അല്ല. മിസ്റ്ററി ഒരു മാറ്റി പിടിച്ചത് വളരെ നന്നായി. ബേസിൽ വേറൊരു ജോണറിൽ പിടിച്ചിട്ട് അതും സക്സസ് ആയി ഒരു ഗംഭീര ഹിറ്റിലേക്ക് കുതിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല സ്റ്റൈലായിട്ട് എടുത്തിട്ടുണ്ട്. സിനിമ ഇങ്ങനെ സൂക്ഷ്മദർശിനി പോലെ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതാണ്, ത്രില്ലടിപ്പിക്കുന്നതാണ്. കൊള്ളാം, ഉഗ്രനായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതന്നെയാണ് മികച്ച സിനിമ തന്നെയാണ്. നസ്രിയ സൂപ്പർ പെർഫോമൻസ് കാണിച്ചിട്ടുണ്ട്. ശക്തമായിട്ടുള്ളത് തിരിച്ചുവരാനാണ്. ഉണ്ട്, ഉഗ്രൻ കോമ്പ. ഡയറക്ഷനും സൂപ്പറാണ്. നെട്ടിച്ചിട്ടുണ്ട്. ത്രില്ലറാണ്. ത്രില്ലിംഗ് ഫീലിംഗ് ഉണ്ട്. തുടക്കം തൊട്ട് അവസാനം വരെ കണ്ടിരിക്കും. അനങ്ങില്ല നമ്മൾ പറഞ്ഞു. നസ്രിയയാണ്. സ്റ്റണ്ടൊക്കെ വരുന്നുണ്ട്, കാർ സ്റ്റണ്ടൊക്കെ വരുന്നുണ്ട്. ഉഗ്രനാണ്. പ്രതീക്ഷയിലും വലുത് തന്നെയാണ്. സൂപ്പർ, അടിപൊളി പടം. ഒരു സസ്പെൻസ് ത്രില്ലറാണ് പടം. നസ്രിയയുടെ അഭിനയം നല്ല അടിപൊളിയാണ്. നല്ല പെർഫോമൻസ് ആണ് നസ്രിയ വെച്ച്. പിന്നെ ബേസിൽ കൊള്ളാം. നെഗറ്റീവ് ഷെയ്ഡാണെങ്കിൽ സൂപ്പറാണ്. ഒരു സസ്പെൻസ് നമ്മൾ അവസാനം വരെ പിടിച്ചിരുന്നു പടം. അവസാനം ഒരു 10 മിനിറ്റ് നമുക്ക് പടം മനസ്സിലാവുള്ളൂ. ഓരോരോ സ്റ്റെപ്പും നമുക്ക് മനസ്സിലാവില്ല, എന്താ സംഭവിക്കുന്നതൊന്നും മനസ്സിലാവും. അവസാനം സൂപ്പർ. ഒരു സസ്പെൻസ് ത്രില്ലറാണ്, മസ്റ്റ് വാച്ചാണ്. കണ്ടിരിക്കുന്നത്. കോമഡി കുറവാണ്, ഒരു സസ്പെൻസ് ത്രില്ലറാണ്. എന്റർടൈൻമെന്റ്, ഒരു ടോട്ടലി സസ്പെൻസ് ആണ്. ഇഷ്ടപ്പെട്ടൊരു ഫാക്ടർ എന്തായിരിക്കും സിനിമയിലെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് തന്നെ സസ്പെൻസ് ആണ് പടം. നമ്മൾ അവസാനം വരെ പിടിച്ചിരുത്തും, നമുക്കൊന്നും മനസ്സിലാവില്ല എന്താണ്. അവസാനം ഒരു 10 മിനിറ്റ് മനസ്സിലാവും. മുതലാവും. സ്റ്റോറിയൊക്കെ നല്ല അടിപൊളിയാണ്. നല്ലൊരു സ്റ്റോറി. അതാണ് പറഞ്ഞത്, ഭയങ്കര നമ്മളെ ഒരു പിടിച്ചിരുത്തുന്ന സ്റ്റോറിയാണ്. നസ്രിയാണ് സൂപ്പർ പെർഫോമൻസ്. നസ്രിയ അല്ല, അടിപൊളി പെർഫോമൻസ്. കൊള്ളാം, സൂപ്പറാണ് പടം. നല്ല അടിപൊളി. എന്താ പറയാൻ വാക്കുകളില്ല. കാരണം നസ്രിയ കംബാക്ക് ആണ്. പിന്നെ അതുപോലെ തന്നെ ബേസിൽ ഞങ്ങളുടെ നാട്ടുകാരനാണ്. പിന്നെ മാളൂട്ടി എൻ്റെ മോളുടെ കുട്ടിയാണ്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ത്രില്ലായിട്ടാണ് ഇരിക്കുന്നത്. മൂവി ഭയങ്കര എന്താ പറയുക, ഒരു പോയിന്റ് പോലും മൂവിയെ കുറിച്ച് നമുക്ക് ഇവിടെ പറയാൻ പറ്റില്ല. കാരണം അത്രയും സസ്പെൻസാണ്. അതുകൊണ്ട് കാണണം, തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്താലേ നമുക്ക് അറിയുള്ളൂ. അതുകൊണ്ട് സൂപ്പറായിട്ടുണ്ട്, അടിച്ചു പൊളിച്ചു. ഞങ്ങൾക്ക് മാളൂട്ടി എൻ്റെ മോളുടെ കുട്ടികളുള്ളത് ഞങ്ങൾക്ക് വളരെ ഹാപ്പിയാണ്. ത്രൂ ഔട്ട് ആളുണ്ട്. അങ്ങനെ ഒരു ത്രൂ ഔട്ട് ഒരു ഫിലിം കിട്ടുന്ന ഫസ്റ്റാണ്. അടിപൊളിയായിട്ട് ഹിറ്റാവും. അടിപൊളി ഹിറ്റ് എന്ന് പറഞ്ഞാൽ കാണണം, നമുക്ക് ഒന്നും കൂടെ കാണാം. ആ സസ്പെൻസ് ഉണ്ടെങ്കിൽ തന്നെ ബ്രേക്ക് ചെയ്തെങ്കിൽ കൂടി നമുക്ക് അതിന്റെ ഭയങ്കര എക്സ്പീരിയൻസ് ചെയ്യാണ്ട് തിയേറ്ററിൽ. അതാണ് അതിന്റെ. നമ്മൾ കാണാൻ ഉദ്ദേശിച്ചുള്ള അയ്യോ, അതൊന്നുമല്ല. നസ്രിയ സൂപ്പറായിട്ട് കംബാക്ക് എന്ന് പറഞ്ഞാൽ കംബാക്ക് ആണ്. അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. സൂപ്പർ മൂവി എന്ന് പറഞ്ഞാൽ സസ്പെൻസ് ആയതുകൊണ്ട് മൂവിയെ കുറിച്ച് കഥയെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് സസ്പെൻസ് ആണ് എല്ലാ കഥാപാത്രങ്ങളും. അടിപൊളി പടമാണ്, എല്ലാരും പോയി കാണാം, മിസ് ചെയ്യരുത്. അതെ, അത് കണ്ടപ്പോ ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്ത്. ഈ ഒരു മൂവിന്റെ പാർട്ടാവാൻ പറ്റിയതിൽ ഒരുപാട് പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നു. ഒരുപാട് ഹാപ്പിയാണ്. കയ്യടിയൊക്കെ ഉണ്ടായോ? എല്ലാരും പോയി കാണണം എന്ന് പറയാം. എനിക്ക് മൊത്തത്തിൽ പടം ഇഷ്ടപ്പെട്ടു. എല്ലാ ക്യാരക്ടേഴ്സിനെ എനിക്ക് അതിൽ ഇഷ്ടപ്പെട്ടു. അതേ ഉള്ളൂ. അടിപൊളി പടം. സെക്കൻഡ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫിനേക്കാൾ അടിപൊളിയാണ് സെക്കൻഡ് ഹാഫ് കേട്ടോ. ഇപ്പൊ എനിക്ക് തോന്നി പകതായിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ അടിപൊളിയായിരുന്നു. അവരുടെ കോംബോ എനിക്ക് തോന്നി നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട പടം, സൂപ്പർ.